അമ്മാവൻ എന്നൊരു ടോപ്പിക്കിൻ്റെ വീഡിയോ ഇടയ്ക്ക് നമ്മൾ ഇറക്കിയപ്പോൾ അതിലും ഇതുപോലെ ഒരു പുള്ളി ഇങ്ങനെ കമൻ്റ് ഇട്ടിരുന്നു. അതിൻ്റെ ആശയം ചുരുക്കി പറഞ്ഞാൽ 70കളിലും ആ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് പേര് കഷ്ടപ്പെട്ടാണ് ഇവിടെ വന്നതും, അതൊന്നും നിങ്ങൾക്ക് അറിയില്ല, അമ്മാവന്മാരൊന്നും നിങ്ങൾക്ക് ഇത്തിരി കൂടെ ബഹുമാനം കൊടുത്തുകൂടെ, അങ്ങനെയൊക്കെ ഒരു കണ്ടന്റാണ് വന്നത്. ഇവിടെ ഇവർ മനസ്സിലാക്കാത്തത് ഇങ്ങനെയുള്ള ടോക്സ് നമ്മൾ ചെയ്യുന്നത് തന്നെ ഒരാളെയും അപമാനിക്കാനോ എന്നുള്ളൊരു അർത്ഥത്തിലല്ല. ഇതിൽ നമ്മൾ അമ്മാവൻ എന്ന് പറയുന്ന ഒരു മെറ്റഫോർ പോലെ അല്ലേ, ഇതിവിടെ ഇങ്ങനെ ഒരു സാധനമുണ്ട്, അപ്പം നിങ്ങൾ അങ്ങനെ ഒരാളാണോ എന്നുള്ള ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത്. അതിൽ കയറി പേഴ്സണലി ഹേർട്ട് ആവാതെ ഇറ്റ്സ് എ ഡിസ്കഷൻ. ആ ഡിസ്കഷനിൽ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂകൾ പറയുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പേഴ്സണലി എടുക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും. അടുത്ത ഒരു കമന്റ് നിങ്ങളിലേക്ക് വരുന്നതാണ്, ചോദിക്കാം. സുഹൃത്തെ, നിങ്ങൾ അതര വ്യായാമം ചെയ്യുന്നതിനപ്പുറം ഇതിൽ മറ്റൊന്നുമില്ല. പറയുന്നതെല്ലാം അജ്ഞതയുമാണ്. ഒരാൾ ബ്രിട്ടീഷ് പാസ്പോർട്ട് ചുവപ്പായിരുന്നു എന്ന് പറയുന്നു, അടുത്തയാൾ ഇപ്പോൾ പാസ്പോർട്ട് കറുപ്പാണെന്ന് പറയുന്നു. ബ്രെക്സിറ്റിന് മുമ്പ് വരെ ബർഗണ്ടി കളറും ബ്രെക്സിറ്റിന് ശേഷം ബ്രിട്ടന്റെ യഥാർത്ഥ പാസ്പോർട്ടിന്റെ നിറമായ ഡാർക്ക് നേവി ബ്ലൂവുമായി. ഇപ്പോഴായിരുന്നുവെങ്കിൽ ബ്രിട്ടീഷ് പാസ്പോർട്ട് എടുക്കില്ലായിരുന്നു എന്ന് തട്ടിവിടുന്നു. ഏത് നിമിഷം വേണമെങ്കിലും ബ്രിട്ടീഷ് പാസ്പോർട്ട് സറണ്ടർ ചെയ്യാം. എന്നിട്ട് പറയുന്നത്, ഹോം ഓഫീസോ ചാൾസ് രാജാവോ നിങ്ങളുടെ കാല് പിടിച്ച് ബ്രിട്ടീഷ് പാസ്പോർട്ട് തുടരാൻ പറയില്ല. OCI ഉണ്ടെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് കിട്ടാൻ 181 ദിവസം ഇന്ത്യയിൽ താങ്ങാമെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് കിട്ടും. നേർച്ചകൾ നേർന്നും ഇരന്നും കാലുപിടിച്ചും ബ്രിട്ടീഷ് പാസ്പോർട്ട് നേടി ബ്രിട്ടൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ജൽപ്പനങ്ങൾ നടത്തുന്നത് ആരോഗ്യപരമാണോ എന്ന് ഒരിക്കൽ കൂടി ചിന്തിക്കുക. ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? വെറും സ്റ്റുപ്പിഡിറ്റി ആയിട്ടുള്ളൊരു കമൻ്റാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ നേരത്തെ ഇപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തേ ഉള്ളൂ, അതായത് കോൺവെർസേഷൻ, നമ്മളിവിടെ ബുക്ക് എടുത്ത് സ്ക്രിപ്റ്റ് വായിച്ച് പറയുന്ന കോൺവെർസേഷൻ അല്ല നമ്മൾ ചെയ്യുന്നത്. സെക്കൻഡ്ലി, ഇപ്പോൾ റെഡ് എന്ന് പറയുന്നത് വീണ്ടും ഒരു പ്ലെയിൻ ആയിട്ട് പറയുന്നൊരു ടോക്കാണ്. അല്ലാതെ നമ്മളിവിടെ ഒരു ഗവൺമെൻറ് വെബ്സൈറ്റിൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യുന്നതിൽ ഞങ്ങൾ റോങ് ഇൻഫർമേഷൻ തരുന്നിടത്ത് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാം. ഇത് നമ്മൾ അതല്ല. റെഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കോമൺ കളർ തീം. അതുപോലെ തന്നെയാണ് ബ്ലാക്ക്. ഞാൻ ചിലപ്പോൾ അന്ന് ലൈറ്റ് ഇട്ടിരുന്നില്ലായിരിക്കും പാസ്പോർട്ട് കിട്ടിയ ദിവസമായി. അപ്പോൾ കണ്ടപ്പോൾ പെട്ടെന്ന് പ്രത്യക്ഷ എനിക്ക് ബ്ലാക്ക് ആയിട്ട് തോന്നി. ഇത്രയുമേ എനിക്കിതിൽ കാണാനുള്ളൂ. കാരണം ഡെയിലി രാവിലെ അദ്ദേഹം പറഞ്ഞത് പോയിന്റ്, ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് പക്കാ പോയിന്റ് തന്നെയാണ്. കാരണം അത് ബർഗുണ്ടി കളറും നേവി ആണ്, അത് 100% ശരിയാണ്. പക്ഷേ ആ പറയുന്ന രീതിയാണ്, അതായത് അജ്ഞന്മാരാണ് എന്നുള്ള അജ്ഞത എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഒരു സംഭവമാണ് പറയുന്നത്. ശരിയായിരിക്കും, അജ്ഞതയായിരിക്കാം. പക്ഷേ ആ സിറ്റുവേഷനിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല. നമ്മൾ വളരെ, ഞാൻ പറഞ്ഞ ബ്രോ, നമ്മളൊരു ഹിസ്റ്ററി പറയാനോ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ കൊടുക്കാനോ ഉള്ള ടോക്കാണെങ്കിൽ അതിൽ തീർച്ചയായും നമ്മൾ ഓരോ വാക്കും കെയർഫുള്ളായിട്ടേ പറയൂ. പക്ഷേ ഇത് നമ്മുടെ ഒരു ഒപ്പീനിയൻ നമുക്കുള്ള ഒരു സാധനത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു എന്നുള്ളത് മാത്രമാണ് അവിടെ സംഭവിച്ചത്. പിന്നെ അതിൽ ലാസ്റ്റായിട്ട് പറഞ്ഞത് എന്തായിരുന്നു ബ്രോ? അതായത് പറഞ്ഞത്, പിന്നെ നേർച്ചകൾ നേർന്നും ഇരന്നും കാലുപിടിച്ചും ബ്രിട്ടീഷ് പാസ്പോർട്ട് നേടി ബ്രിട്ടന്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ജൽപ്പനങ്ങൾ നടത്തുന്നത് ആരോഗ്യപരമാണോ എന്ന് ചിന്തിക്കണം. ബ്രിട്ടന്റെ എല്ലാ ആനുകൂല്യങ്ങളും, അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി. ബ്രിട്ടന്റെ ആനുകൂല്യങ്ങൾ ഉപയോഗിക്കാൻ തന്നെയാണ് അവരെ നമ്മളോട് പറയുന്നത്. ഇതിനുപരി എനിക്ക് ഏറ്റവും രസമായി തോന്നുന്നതെന്ന് പറഞ്ഞ രീതിയിൽ എന്ത് ആനുകൂല്യമാണ് നമ്മൾ പേഴ്സണലി നമുക്കറിയാം. മാറി ബ്രോ ബെനിഫിറ്റ് എടുക്കുന്ന ഒരാളാണോ? അല്ല, ഞാനും എടുക്കാറില്ല. നമ്മൾ വന്ന കാലം തൊട്ടേ വർക്ക് ചെയ്ത് എൻ്റെ 20 വർഷത്തിനിടയിൽ എൻ്റെ ജീവിതത്തിൽ ഒരൊറ്റ ബെനഫിറ്റ് ഈ രാജ്യത്ത് ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ചൈൽഡ് കെയർ ബെനഫിറ്റ് എടുത്തിട്ടില്ല. ഞാൻ ആകെ GPA കണ്ടിട്ടുള്ളത് 1-2 പ്രാവശ്യം മാത്രമേ ഉള്ളൂ. എൻ്റെ സിക്ക് ലീവ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 20 വർഷത്തിനിടയിൽ ഏറ്റവും കുറച്ച് സിക്ക് എടുത്ത ഒരാളായിരിക്കും ഞാൻ. അപ്പം സത്യം പറഞ്ഞാൽ ഈ രാജ്യത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന രീതിയിലെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, ഈ രാജ്യത്ത് നമ്മളെല്ലാം ലീഗലായിട്ട് വന്നവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പുള്ളി പറഞ്ഞ കഷ്ടപ്പാട് വരന്ന് നിലവിളിച്ചു ഒന്നും അല്ല പാസ്പോർട്ട് നേടിയത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് ഇത് ഈ പറയുന്ന പോലെ വലിയൊരു സംഭവമായിട്ട് ഇതിനെ ഫീൽ ചെയ്യാത്തത്, അല്ലേ? അല്ല, അത് വളരെ ഒരു വലിയ പോയിന്റാണ്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ് ആസ്പെക്ട് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു ജേർണി ഭയങ്കരമാണ്. ഇല്ലീഗലായി ഇവിടെ വന്ന് 13-14 വർഷം കഴിഞ്ഞ് പലതും സാക്രിഫൈസ് ചെയ്തിട്ട് ബ്രിട്ടീഷ് പാസ്പോർട്ട് കിട്ടിയവരെ എനിക്ക് പേഴ്സണലി കഥകൾ അറിയാം എന്ന് പറയുന്നിടത്ത് അവർക്ക് ഇത് വാല്യുബിൾ തന്നെയാണ്. ഇത് നമുക്ക് വാല്യുബിൾ അല്ലേന്ന് വെച്ചാൽ ആണ്. 100% നമ്മൾ ആസ് എ ബ്രിട്ടീഷ് സിറ്റിസൺ, ഞാൻ പറഞ്ഞില്ലേ ബ്രോ, ഇവിടെ നിന്ന് നമുക്ക് ദുബായിൽ പോയാൽ ആസ് എ ബ്രിട്ടീഷ് സിറ്റിസൺ യുവർ പേയ്മെന്റ് ഈസ് ഡബിൾ. അതായത് ഒരു ദുബായിക്കാരന് കിട്ടുന്നതിന്റെ ശമ്പളം നമുക്ക് കിട്ടും. മാത്രമല്ല ബ്രോ, നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞില്ല, ബ്രിട്ടീഷ് പാസ്പോർട്ടിന് പല ആനുകൂല്യങ്ങളും ഉണ്ട്. നമുക്ക് പല രാജ്യത്ത് ഒരു പ്രശ്നമില്ലാതെ പോകാൻ പറ്റും. 2, ഈ പറയുന്ന പോലെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എല്ലാം ഫ്രീ ആണ്. നമുക്ക് ഫ്രീ ഇൻ ദ സെൻസ് ഡിസ്കൗണ്ടുകളുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ സ്റ്റുഡൻസിനും ഓവർസീസ് സ്റ്റുഡൻസിനും കമ്പാരിറ്റീവ്ലി നല്ല വ്യത്യാസമുണ്ട്.
3 ഒരു ബാങ്കിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെന്റ്സിൽ ഒരു ബ്രിട്ടീഷ് സിറ്റിസൺ എന്ന് എഴുതുമ്പോൾ അതിനൊരു വാലിഡിറ്റി ഉണ്ട്. അല്ല, ഇത് പറയുമ്പോഴും ബ്രോ, ഈ ഇടയ്ക്ക് ഞാൻ സംസാരിച്ചപ്പോൾ TFL ഇപ്പോൾ അവർ ബ്രിട്ടീഷ് സിറ്റിസൺസ് അല്ലാതെ ആൾക്കാരെ എടുക്കുന്നില്ല, നമ്മുടെ പോലീസിലായിക്കോട്ടെ എന്ന് പറയുന്നിടത്ത് പല മേഖലകളിലും അതൊരു റിക്വയർമെന്റും കൂടെയാണ്. അപ്പം നമ്മൾ നിൽക്കുന്ന നാട്ടിൽ അത് ആവശ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കി തന്നെയാണ് നമ്മൾ ഇതൊക്കെ എടുക്കുന്നത്. അതെ, ഇത് മാത്രമല്ല ബ്രോ, ഞാൻ ടൈപ്പിൽ ഒരു പ്രധാന കമന്റ് ഇട്ടിരുന്നു, അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അതിനകത്ത് പറഞ്ഞ ഇങ്ങനെയാണ്, അതായത് നമ്മളിപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പാസ്പോർട്ട് എടുത്തു എന്ന് വെച്ചിട്ട് നമ്മളുടെ മദർ കൺട്രിയോ നമ്മൾ ജനിച്ച സ്ഥലമോ ഒന്നും മാറുന്നില്ല. അത് വേണമെങ്കിൽ നമുക്ക് മാറുന്നു എന്നുള്ളവർക്ക് മാറാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായിട്ട് അറിയാം, നമ്മൾ ഒരു രാജ്യത്തിൻ്റെ പാസ്പോർട്ട് എടുത്തു, തീർച്ചയായിട്ടും ഇത് നമ്മളുടെ ജീവൻ തന്ന രാജ്യമാണ്. ഈ രാജ്യത്തിനോട് സെക്കൻഡ് ഹോമാണ്. ഈ രാജ്യത്തിനോട് നമുക്ക് തീർച്ചയായിട്ടും കൂറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ജനിച്ചു വളർന്ന മണ്ണ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമ്മളെ പഠിപ്പിച്ച പല കാര്യങ്ങൾ തന്ന മണ്ണ്, ഞാൻ ഇനി അടുത്ത ജന്മത്തിലാണെങ്കിൽ പോലും ഇന്ത്യയിൽ ജനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഐ എം സോ ഹാപ്പി. വേറെ ഏതൊരു രാജ്യത്തും എനിക്ക് ജനിക്കേണ്ട എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത് ഒരു രാജ്യത്തെ പാസ്പോർട്ട് എടുത്തു എന്ന് വെച്ചിട്ട് അവിടെ ഏതോ വലിയ അവന്മാര് ക്രിമിനലായി അല്ലെങ്കിൽ അപ്രോച്ചാണ് അല്ലേ? അതെ, പാസ്പോർട്ട് എന്ന് പറയുന്ന വെറും ഒരു ഡോക്യുമെന്റേഷൻ എന്നതിനപ്പുറം ഞാൻ മറ്റൊന്നും കാണുന്നില്ല. മാത്രമല്ല, നിൽക്കുന്ന രാജ്യവും ജനിച്ച രാജ്യവും വളർന്ന രാജ്യവും എല്ലാം നമുക്ക് വേണ്ടപ്പെട്ടതാണ് എന്ന് മനസ്സിലുണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ലോകമേ എന്ന് പറയുന്നത്, ലോകം ഇത്രയും ജനങ്ങൾ പല രാജ്യത്ത് പലതായിട്ട് കിടക്കുന്നു. ആഫ്രിക്കയിലൊക്കെ എത്രയോ ബ്യൂട്ടിഫുള്ളായ, നമ്മൾ പോയി കണ്ടാണ്, എത്രയോ ബ്യൂട്ടിഫുള്ളായ മനോഹരമായ അടിപൊളിയായ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ എല്ലായിടത്തും ജനങ്ങളുണ്ട്. എല്ലാവർക്കും ഒരു ലോകം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഓപ്ഷൻ ഉണ്ടായാൽ തന്നെ എന്ത് രസമായിരിക്കും. എക്സാക്ട്ലി, അങ്ങനെ ഒരു ഓപ്ഷൻ ഇപ്പൊ ഇല്ല. അപ്പം ഇല്ലാത്തടത്തോളം കാലം നമുക്ക് ഇങ്ങനെയുള്ള ഡോക്യുമെന്റും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വേണ്ടി വരും. പക്ഷെ അതിനെ ഒരു വമ്പൻ സംഭവമായിട്ട് കണ്ടിട്ട് ഇതുകൊണ്ട് നിങ്ങളുടെ ഐഡന്റിറ്റി പോയി, നിങ്ങളുടെ ദേശീയത പോയി, നിങ്ങളുടെ രാഷ്ട്രം പോയി എന്നൊക്കെ പറയുന്നിടത്താണ് പ്രശ്നം വരുന്നത്. തീർച്ചയായും. ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം പറയാനുള്ളത്, എനിക്ക് ഈ ഗൾഫ് കൺട്രീസിൽ നിൽക്കുന്നവരെയും കൂടെയാണ്. അപ്പോൾ ഈ ഗൾഫ് കൺട്രീസിൽ നിൽക്കുന്നവർക്ക് ഇതേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എഴുതി വെച്ച് തരാം, 3/4 പേരും അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുത്തിരുന്നേനെ, അതായത് ദുബായ് അവിടെ ഇവിടെ എല്ലാം. ബട്ട് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു. ഇപ്പോൾ ഉണ്ട്, നമുക്ക് അതറിയാം. അവിടെ പ്രോപ്പർട്ടീസ് മേടിച്ചാൽ, ഇൻവെസ്റ്റ് ചെയ്താൽ അവർ കൊടുക്കുന്നുണ്ട്, എന്നിട്ട് അത് എടുക്കുന്നുമുണ്ട് ആൾക്കാർ. അപ്പം മൈ പോയിന്റ് ഈസ്, അവിടെ സാഹചര്യം ഇല്ലാതെ കൊണ്ട് എടുക്കാതിരിക്കുകയും അതൊരു ഇറ്റ്സ് എ നോം അല്ലേ, നമ്മളിങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് അത് അക്സെപ്റ്റഡ് ആയി. പക്ഷേ ഇവിടെ ഇങ്ങനെ എടുക്കുന്നവരെ കാണുമ്പോൾ ഇത് നിങ്ങൾക്ക് അത് ഓടായിട്ട് തോന്നുമായിരിക്കാം, ബട്ട് ഇറ്റ്സ് എ നോർമൽ തിങ് എന്നുള്ളത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എനിവേ, അടിപൊളി വീഡിയോസുമായിട്ട് ഇതുപോലെ ഇനിയും പല കമന്റുകൾ, നിങ്ങളുടെ കമന്റുകൾ തീർച്ചയായിട്ടും വീണ്ടും അഭിപ്രായങ്ങൾ പറയുക. നമുക്ക് തോന്നുന്നതിന് നമുക്ക് പറയാൻ, നമുക്കവിടെ ചിലപ്പോൾ ഈ കമന്റുകളിലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത് നമ്മളിവിടെ വന്നിട്ട് പറയുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ അഭിപ്രായങ്ങളാണ് ഇതെല്ലാം. നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാകും. എല്ലാ അഭിപ്രായത്തെയും നമ്മൾ മാനിക്കുന്നു. കമന്റ് ഇട്ടവർക്ക് ഒത്തിരി നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ്, അതിൻ്റെ ഒരു വിശദീകരണം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ആരെയും ചെളിവാരി തേക്കാനോ ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. തീർച്ചയായും. താങ്ക് യു സോ മച്ച്.